ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മേക്ക് യുവർ ഓൺ പെർഫ്യൂമിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പെർഫ്യൂം ബോക്സ് ആയിട്ടാണ്. ഞാൻ കുറച്ച് നാളായി MYOP അല്ലെങ്കിൽ മേക്ക് യുവർ ഓൺ പെർഫ്യൂമിൻ്റെ കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ റിവ്യൂ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഈ റീസെൻ്റ്ലി അവർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പെർഫ്യൂംസൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് അയച്ചു തന്ന കുറച്ച് പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ എക്സ്ക്ലൂസീവായിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അയച്ചു തരികയാണെങ്കിൽ ഉപകാരമായിരിക്കും. കാരണം ഇൻസ്പയർഡ് പെർഫ്യൂംസിനേക്കാൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഫ്രാഗ്രൻസ് അവർക്ക് യുണീക്കായിട്ടുള്ള ഫ്രാഗ്രൻസ് വേണം എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ അടുത്ത് കുറച്ച് പ്രോഡക്റ്റ്സാണ് വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അയച്ചു തന്ന ഒരു ബോക്സാണത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് കാണുക. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ ഒരു ബോക്സിലാണ് ഇതെനിക്ക് റിവ്യൂ ചെയ്യാൻ അയച്ചു തന്നതാണ്. ഇങ്ങനെ ചെറിയ ബോക്സിൽ പെർഫ്യൂം അവർ സെല് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ അവരുടെ അടുത്ത് തന്നെ ചോദിച്ച് കൺഫേം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ അയച്ചു തന്ന പെർഫ്യൂംസ് എല്ലതും 30 ml, 50 ml, 100 ml അങ്ങനെയാണ് യൂഷ്വലി കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു റിവ്യൂ പാക്കായിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഇതിനകത്തുള്ള പെർഫ്യൂംസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. To let go of all of the nonsense that you put me through. I give it all to you, I do it all for you. Maybe this feeling's overdue. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ 5 പെർഫ്യൂംസ് ഉണ്ട്. അപ്പോൾ ഈ പെർഫ്യൂമുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോന്നും നമ്മുടെ ഇന്ത്യയിലെ ഓരോ സിറ്റീസിനെ ഇൻസ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഓരോ സിറ്റികളുടെ നെയിംസാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു എന്താ പറയുക ഒരു USP അല്ലെങ്കിൽ ഒരു യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോർഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇത് ചെറിയ 5 ml ബോട്ടിൽസാണ്. പക്ഷേ യൂഷ്വലി ഞാൻ നേരത്തെ പറഞ്ഞു 30, 50, 100 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. ഫസ്റ്റ് വൺ ബോംബെ ബ്ലാക്ക് എന്നാണ് പേര് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരെണ്ണം മദ്രാസ് മലർ, പിന്നെ ഒരെണ്ണം ദില്ലി ഡ്രീംസ്, പിന്നെ ബാംഗ്ലൂർ ബ്ലൂം, കാലിക്കറ്റ് സ്പൈസ്. അങ്ങനെ ടോട്ടൽ 5 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ വാങ്ങുന്ന മീൻസ് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറയാം. മേക്ക് യുവർ ഓൺ പെർഫ്യൂമിൻ്റെ നമ്മൾ 30 ml, 50 ml, 100 ml പെർഫ്യൂംസ് വാങ്ങുകയാണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ MYOP.in എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോട്ടിൽസ് കാണാം. നോർമൽ കളറിലുള്ളതുണ്ട്, കുറച്ച് മാറ്റ് കളറിലുള്ളതുണ്ട്, ബ്രൗൺ കളറിലുള്ളത്, അതുപോലെ തന്നെ ടോപ്പ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയത്. മാത്രമല്ല ഗിഫ്റ്റ് പാക്കുകളായിട്ട് വരുന്നത്, പേരുകൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരാൾക്ക് ഒരു വിശ്വസൊക്കെ അറിയിക്കാൻ പറ്റിയ രീതിയിലുള്ള, അതുപോലെ തന്നെ ബോട്ടിൽ തന്നെ അവർ ഡിസൈൻ ചെയ്ത് തരുന്ന രീതിയിൽ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് എന്താ പറയുക കോമ്പിനേഷൻസിൽ നിങ്ങൾക്ക് ബോട്ടിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ബോക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കേണ്ട പർപ്പസ് ഉള്ളവർക്കൊക്കെ സൈറ്റിൽ നോക്കിയിട്ട് നല്ല എന്താ പറയുക ബോട്ടിലും നല്ല ടോപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചൂസ് ചെയ്യുക. മാത്രമല്ല എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു ഇൻസ്പയർഡ് പെർഫ്യൂംസ് ഗിഫ്റ്റ് കൊടുക്കണേക്കാളും ഇതുപോലത്തെ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ഫ്രാഗ്രൻസുകൾ വളരെ യുണീക്കായിട്ട് വരുന്ന, നമ്മൾ ഈ നീഷ് പെർഫ്യൂംസ് എന്നൊക്കെ പറയുന്ന പോലത്തെ യുണീക്കായിട്ട് വരുന്ന ഫ്രാഗ്രൻസുകളൊക്കെ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ കിട്ടുന്ന ആൾക്കും അതൊരു വാല്യൂ ആയിരിക്കും. മാത്രമല്ല നല്ല കോംപ്ലിമെൻറ്റ്സ് കിട്ടാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ 5 എണ്ണമാണ് ഇനിയിപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇത് ചെറുതാണ്. ഇനി ആരും ഇത് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിക്കരുത്. ഇത് ഒരു റിവ്യൂ ചെയ്യാൻ അയച്ചു തന്നതാണ്. ഇതുണ്ടോ ഇനി സെയിൽ ചെയ്യാനുണ്ടോ എന്നുള്ളത് നിങ്ങൾ അവരുടെ അടുത്ത് കൺഫേം ചെയ്യേണ്ടേ വേണം. അപ്പോൾ ഞാൻ ആദ്യം ഈ കാലിക്കറ്റ് സ്പൈസ് എന്ന പെർഫ്യൂമായിട്ട് തുടങ്ങാം. സോ ചെറിയൊരു ബോട്ടിലാണ്. അപ്പോൾ ഇതിൽ കാലിക്കറ്റ് സ്പൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മലബാർ സ്പൈസസ് കാര്യങ്ങൾ ഇങ്ങനത്തെയൊക്കെ നമ്മളെ കേരളം തന്നെ ഒരു സ്പൈസസിൻ്റെ ഒരു ഹബ്ബാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്പയർ ചെയ്തിട്ട് വന്ന ഒരു പേരാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള നോട്ട്സ് എന്താ മെൻഷൻ ചെയ്തിട്ടുള്ളത് വെച്ചാൽ വനില, പൗഡറി, സ്വീറ്റ്, ആംബർ, ഫ്രഷ്, സ്പൈസി, സിട്രസ്, ലെതർ, മസ്കി, വൂഡി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിലുണ്ട്. ഇനി ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഫ്രാഗ്രൻസ് കിട്ടുന്നത് എന്ന് നോക്കാം.
ഓക്കെ, ഇത് ആക്ച്വലി ഒരു സ്പൈസി ആയിട്ട് തന്നെയാണ്. ഈ കാലിക്കറ്റ് സ്പൈസ് എന്ന് പറയുമ്പോൾ ഒരു സ്പൈസി വൂഡി ടൈപ്പായിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ്. ഞാൻ ഇത് വേറെ പെർഫ്യൂംസ് ആയിട്ട് അങ്ങനെ അങ്ങോട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും ആ ഒരു സ്പൈസിനെസ് ഉള്ളതുകൊണ്ട് വളരെ ഒരു ചെറിയ രീതിയിൽ നമുക്ക് നമ്മുടെ 1 മില്യൻ്റെ എവിടേക്കോ ഒരു ചായവ് തോന്നാം. പക്ഷേ 1 മില്യൺ ഒന്നുമില്ല. കുറച്ച് വാനില നോട്ട്സ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ചെറിയ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങളാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഫ്രഷ്നെസ് ഒബ്വിയസ്ലി ഉണ്ട്, അതിൻ്റെ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഒരു ഫ്രഷ്നെസ് ഉണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഒരു സ്പൈസി വൂഡി വനില ഒരു ടൈപ്പായിട്ടാണ് എനിക്ക് ഈ കാലിക്കറ്റ് സ്പൈസ് എന്നുള്ളത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ ഈ പെർഫ്യൂംസ് 5 എണ്ണവും പല പല ഒക്കേഷൻസിൽ യൂസ് ചെയ്തതാണ്. അതിൽ ഈ ഒരു ബാംഗ്ലൂർ ബ്ലൂം, അടുത്ത ബാംഗ്ലൂർ ബ്ലൂമാണ്. ഈ സാധനം ഞാൻ ഷർട്ടിൽ അപ്ലൈ ചെയ്തിട്ട് അടുത്ത ദിവസവും ഫ്രാഗ്രൻസ് ഉണ്ടായിരുന്നു. അതൊരു എന്താ പറയുക, ഒരു ക്ലബിങ് ടൈപ്പാണ് ഈ ബാംഗ്ലൂർ ബ്ലൂം എന്നുള്ളത്. ഞാനത് അതിൻ്റെ ഇടയിൽ പറഞ്ഞു എന്നുള്ളൂ, പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ. അപ്പോൾ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ക്ലബിങ്ങിന് പറ്റിയ അല്ലെങ്കിൽ ഒരു ഔട്ടിങ്ങിന് പറ്റിയ ഒക്കെ ഒരു നല്ല ഒരു ലൊക്കേഷനാണ് ബാംഗ്ലൂർ. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫ്രൂട്ടി സ്വീറ്റി ട്രോപ്പിക്കൽ സിട്രസ്. അപ്പോൾ ഫ്രൂട്ടി സ്വീറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ക്ലബിങ് പെർഫ്യൂമായിട്ട്, നമ്മുടെ ഒരു ഈവനിങ് പെർഫ്യൂമായിട്ട്, ഒരു ഈവനിങ്ങിൽ ഒരു ഹാങ് ഔട്ടിനോ അല്ലെങ്കിൽ വെറുതെ ഒരു ഔട്ടിങ്ങിനോ എന്തെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് അപ്ലൈ ചെയ്ത് ഇറങ്ങാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ് ഈ ബാംഗ്ലൂർ ബ്ലൂം എന്നുള്ളത്. ഇത് നല്ല ഫ്രാഗ്രൻസ് ആണ്, അത്യാവശ്യം നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത് അത്യാവശ്യം നല്ല പ്രൊജക്ഷനും ഉണ്ട്. ഒരു 3 hours മേലെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്ത ഷർട്ടിൽ നെക്സ്റ്റ് ഡേ മോർണിംഗിലും ഫ്രാഗ്രൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇൻഡോറിലും കുറച്ച് ഔട്ട്ഡോറിലൊക്കെ ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഔട്ട്ഡോർ പോകുന്ന ആൾക്കാർക്ക് എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത രീതിയിലാണെങ്കിൽ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നതാണ്. 3 hours ലെവലിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതന്നെയുണ്ട്. അപ്പോൾ ഇതൊരു സ്വീറ്റി ഫ്രൂട്ടി. ഓക്കെ, നല്ല ഫ്രാഗ്രൻസ്. ഒരു സ്വീറ്റി ഫ്രൂട്ടീൻ്റെ കൂടെ ടോപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ്സും കൂടി വന്നിട്ടാണ് ഈ ബാംഗ്ലൂർ ബ്ലൂം എന്നുള്ളത്. ഇനി തേർഡ് വൺ, ഇതിൻ്റെ പേര് ദില്ലി ഡ്രീംസ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഡൽഹി ആയിട്ട് ഇൻസ്പയർ ചെയ്ത് വന്ന പ്രോഡക്റ്റാണ്. ഇതിലെന്തൊക്കെയാണ് നോട്ട്സ് എന്ന് വെച്ചാൽ സ്വീറ്റി ഫ്രൂട്ടി ഫ്രഷ് ചോക്ലേറ്റ് അങ്ങനെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ദില്ലി ഡ്രീംസ് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇതും നല്ല ഫ്രാഗ്രൻസ് ആണ്. ഇതിൽ ഒരു നല്ലൊരു കോമ്പിനേഷൻ, ഒരു സ്വീറ്റി ഫ്രൂട്ടി അതിൻ്റെ കൂടെ ആ ചോക്ലേറ്റും കൂടി വരുമ്പോൾ നല്ലൊരു എന്താ പറയുക, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ദില്ലി ഡ്രീംസ് നിൽക്കുന്നത്. നല്ല ഫ്രാഗ്രൻസ് ആണ്. ഇതൊരു ഓൾ സീസൺസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇത് ക്ലബിംഗ് ആണ്. ആദ്യം പറഞ്ഞ കാലിക്കറ്റ് സ്പൈസ് ഒരു പാർട്ടി ടൈപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ ദില്ലി ഡ്രീംസ് ഓൾ ഒക്കേഷൻസിലേക്ക് പറ്റിയ ഒരു പെർഫ്യൂമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി അടുത്തത് കുറേ എണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഇതിൻ്റെ പേര് മദ്രാസ് മലർ. മദ്രാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെന്നൈ കോസ്റ്റൽ ഏരിയയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അവർ ഇതിൽ ഇനി വല്ല മറൈൻ നോട്ട്സ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് വൈറ്റ് ഫ്ലോറൽ ഉണ്ട്, പിന്നെ ഫ്ലോറൽ, ഫ്രൂട്ടി, സ്വീറ്റ്, ഫ്രഷ്, എക്കോട്ടിക്. അപ്പോൾ നമ്മൾ പറഞ്ഞ എക്കോട്ടിക് നോട്ട്സ് ഉണ്ട്, സിട്രസ് ഉണ്ട്, പൗഡറി, ഓസോണിക്, പിന്നെ ട്യൂബ്രോസ്. അപ്പോൾ ഒരുപാട് ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് കൂടിയ ഒരു സാധനമാണ്. സോ ഈ മദ്രാസ് മലർ എന്നുള്ളതും നേരത്തെ ഞാൻ ബാംഗ്ലൂർ ബ്ലൂം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ ചേർന്ന് വന്നിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ്. മാത്രമല്ല ഇതും നല്ല പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. ഒരു 4 hours ലെവലിലൊക്കെ എൻ്റെ ഡ്രസ്സിൽ ഇത് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും ഈ പറഞ്ഞ പോലെ ഒരു 7-8 hours ലെവലിൽ ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ഒരു മൈൽഡായിട്ട് ഇതിൻ്റെ ഫ്രാഗ്രൻസ് എൻ്റെ ബോഡിയിലുണ്ടായിരുന്നു. ഇതും ഒരു ഓൾ സീസൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. നമുക്കൊരു ഫ്രഷ് ഫ്രൂട്ടി അതിൽ നല്ല രീതിയിലുണ്ട്. ഒരു അരോമാറ്റിക് ടച്ച് വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി അരോമാറ്റിക് ഇൻ ദ സെൻസ് വൈറ്റ് ഫ്ലോറലാണ് ഞാൻ അരോമാറ്റിക് എന്ന് ഉദ്ദേശിച്ചത്.
പിന്നെ ഒരു എക്കോട്ടിക്കും സിട്രസൊന്നും അത്ര അങ്ങോട്ട് ഡോമിനേറ്റ് ചെയ്ത് എനിക്ക് തോന്നിയില്ല. സിട്രസ് ഉണ്ട് ചെറിയ രീതിയിൽ, എക്കോട്ടിക്കും എവിടേക്കോ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സ്ട്രോങ്ങർ നോട്ട്സ് വരുമ്പോൾ എന്തായാലും അതായിരിക്കും കൂടുതൽ അതിൽ പ്രൊജക്റ്റ് ചെയ്ത് വരിക. അപ്പോൾ അങ്ങനെ തോന്നിയൊരു ഫ്രാഗ്രൻസ് ആണ്. ഇതും നല്ലോണം ലോങ് ലാസ്റ്റിംഗ് ആണ്. സോ ഇനി ലാസ്റ്റ് വൺ, ബോംബെ ബ്ലാക്ക്. ഇനിയിപ്പോൾ അപ്ലൈ ചെയ്യാത്തൊരു സ്ഥലമാണ് നോക്കുന്നുണ്ട്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ്, കുറച്ചൊരു ഡാർക്കർ, ഒരു എന്താ പറയുക, ഒരു ആംബറിൻ്റെ ഒക്കെ പോലത്തെ ഒരു പാർട്ടി മാൻ ഒരു ഫ്രാഗ്രൻസ്, അല്ലെങ്കിൽ ഒരു നമ്മളെന്താ പറയുക, ഒരു റിച്ച് പേഴ്സണാലിറ്റിക്ക് നൽകുന്ന രീതിയിലുള്ള ഒരു പാർട്ടി മാൻ്റെ ഒരു ഫ്രാഗ്രൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊരു മാൻലി പെർഫ്യൂമായിട്ട് തോന്നി. ഒരു ആംബർ നോട്ട്സ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് ഇവർ മെൻഷൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആംബർ ഉണ്ട്, വൂഡി, പൗഡറി, ഐറിസ്, സ്പൈസി, വാം സ്പൈസി, ലെതർ ആൻഡ് ബാൽസമിക് നോട്ട്സ്, ബാൽസമിക് ആൻഡ് അരോമാറ്റിക്. അപ്പോൾ ലെതറി നോട്ട്സ് കിട്ടുന്നുണ്ട്, വൂഡി നോട്ട്സും ഉണ്ട്, പക്ഷേ കൂടുതൽ ഒരു ആംബറിൻ്റെ പോലത്തെ ഒരു ഫ്രാഗ്രൻസും കിട്ടുന്നുണ്ട്, കുറച്ച് ഒരു സ്പൈസിയും വരുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ഡാർക്കർ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ബോംബെ ബ്ലാക്ക് എന്നുള്ളത്. പേര് പറയും പോലെ തന്നെ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ്. പക്ഷേ അത്തരം ഫ്രാഗ്രൻസുകൾ നമ്മളിപ്പോൾ ഈ ബ്ലാക്ക് അഫ്ഗാനോ എന്നൊക്കെ പറയുന്ന പോലത്തെ, അല്ലെങ്കിൽ അതുപോലത്തെ കുറച്ചും കൂടി നമ്മുടെ ഡിയാൻജീൻ്റെ ദ വണ്ണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു നല്ലൊരു എന്താ പറയുക, ഒരു പേഴ്സണാലിറ്റി തരുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ ബോംബെ ബ്ലാക്ക് എന്ന് കിട്ടുന്നത്. ഇതും നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതും ഒരു 3.5 to 4 hours ലെവലിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു 5-6 hours മേലെ ഇത് നമ്മളെ സറൗണ്ടിങ്ങിൽ ഇങ്ങനെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ട്. ഞാനിതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെയാണ് ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൽ ഏതാണ്, ഇനിയിപ്പോൾ ചിലർക്കുള്ളൊരു ഡൗട്ട് ഉണ്ടാവും, ഏതാണ് എൻ്റെ ഫേവറേറ്റ് എന്നുള്ളത്. അങ്ങനെ ഇന്നത് ഒരു ഫേവറേറ്റ് എന്ന് എനിക്ക് പറയാനില്ല. പക്ഷെ എന്നാലും ഈ മദ്രാസ് മലരും പിന്നെ ബാംഗ്ലൂർ ബ്ലൂം, അത് തന്നെയല്ലേ പേര്, ആ പേര് ഞാൻ ബാംഗ്ലൂർ ബ്ലൂം, ഈ 2 സാധനങ്ങൾ ഇത് പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അത് നമുക്ക് എവിടെ നിന്നും കിട്ടാത്ത രീതിയിലുള്ള ഫ്രാഗ്രൻസുകളായിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റുള്ളതും നല്ലത് തന്നെയാണ്, നല്ലതല്ല എന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു ചോയ്സ്, ഞാൻ സാധാരണ അങ്ങനെ പറയാറില്ല. പക്ഷെ ഇത് 5 ചെയ്യുമ്പോൾ ചിലർ ചോദിക്കുന്നത് എനിക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത്. എന്തായാലും ഒബ്വിയസ്ലി അത് കമൻറ്റിൽ വരും എന്നുള്ളത് എന്താ പറയുക, ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. ഇത് 2 ആണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ടുള്ളത്. സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് ബാക്കി 3 എനിക്ക് ഒരുപോലെ തന്നെ തോന്നി. അതിൽ പക്ഷേ കാലിക്കറ്റ് സ്പൈസിനേക്കാൾ ഒരു പോയിൻ്റ് മേലെ മറ്റത് 2 ഈ നമ്മുടെ ഡൽഹി പിന്നെ ബോംബെയും ഞാൻ കൊടുക്കും. കാലിക്കറ്റ് എനിക്കൊരു ഇത്തിരി 1 million പോലെ തോന്നി. അതുകൊണ്ടാണ്. മറ്റത് 4 വളരെ യുണീക്കായിട്ടുള്ളതാണ്. കാലിക്കറ്റ് യുണീക്ക് അല്ല എന്നുള്ളതല്ല, പക്ഷേ നമ്മുടെ ഒരു സ്പൈസി എന്ന് പറയുമ്പോൾ മേ ബി ആ ഒരു ടച്ചിലൂടെ വന്നതായിരിക്കാം. അപ്പോൾ അത് ഞാൻ ഒരു എക്സ്പീരിയൻസ് ചെയ്ത പോലെ എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അതിനെ ജസ്റ്റ് അങ്ങനെ ഒരു സ്റ്റെപ്പ് താഴെ എന്ന് പറഞ്ഞതെന്നുള്ളൂ. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഈ മേക്ക് യുവർ ഓൺ പെർഫ്യൂമിൻ്റെ ഈ പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിൽസ്. എൻ്റെ ഒപ്പീനിയനിൽ 30 ml 50 ml ഒക്കെ വാങ്ങിച്ചിട്ട് നോക്കുക. അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ വലുത് 100 ml തന്നെ വാങ്ങിക്കുക. ഇഷ്ടമുള്ള ഡിസൈനിൽ ബോട്ടിൽ അവർ ചെയ്ത് തരുന്നുണ്ട്, കസ്റ്റമൈസ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് എന്താ പറയുക, നല്ല രീതിയിൽ നമുക്കിഷ്ടമുള്ള രീതിയിലാക്കിയിട്ട് ഇത് വാങ്ങിക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല. പ്രൈസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഇത് വാങ്ങിക്കേണ്ട കാര്യങ്ങളും എല്ലാം താഴെ മെൻഷൻ ചെയ്യാം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഈ 5 പ്രോഡക്ട്സും ഞാൻ എൻ്റെ ഓൺ എക്സ്പീരിയൻസ് എന്നുമാണ് പറഞ്ഞത്. ഇതൊക്കെ എത്രത്തോളം ലാസ്റ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഇനി അവർ ഇതിൻ്റെ സ്ട്രോങ്ങറാണോ അതോ നോർമലാണോ തന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ 2 ഓപ്ഷൻസിൽ അവിടെ വരുന്നുണ്ട്. സ്ട്രോങ്ങർ എന്ന് പറയുമ്പോൾ 70% പെർഫ്യൂം വരുന്നതാണ്. നോർമൽ എന്ന് പറയുമ്പോൾ 50% പെർഫ്യൂം കോൺസെൻട്രേഷൻ വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ഇത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് നിങ്ങൾക്ക് ചോദിച്ചിട്ട് മനസ്സിലാക്കുക ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്, ഓരോന്നും എത്രത്തോളം നിൽക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ മേക്ക് യുവർ ഓൺ പെർഫ്യൂമിനെ തന്നെ ചോദിക്കുക. കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്.
ഔട്ട്ലെറ്റ്സ് ഞാൻ ഫോക്കസ് മാളിൽ കണ്ടിട്ടുണ്ട്, ഹൈലൈറ്റ് മാളിലും കണ്ടിട്ടുണ്ട്, വേറെ എവിടെയൊക്കെയാണ് ഉണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് മേക്ക് യുവർ ഓൺ പെർഫ്യൂമിൻ്റെ ഈ 5 എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അവരുടെ എന്താ പറയുക ഓൺ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.